ശ്രീ സുവർണ പ്രസാദ്, ഇവിടെ വസന്ത് തന്നെ പറഞ്ഞ ഒരു വാക്ക്, അതായത് ഒരു വാളായി ഭരണാധികാരികൾക്ക് മുകളിൽ എപ്പോഴും ഉണ്ടാകും ഇത്തരം ചില വിമർശനങ്ങളും വിമർശകരും എന്ന് പറയുമ്പോൾ അതിൽ ഇടതുപക്ഷത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതിയോ? ഈ വ്യക്തിപൂജ എന്നത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യം ആയി മാറുന്നില്ലേ? അതിന് ഉദാഹരണം ബി.ജെ.പിയിൽ തന്നെയില്ലേ? ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയിലേക്ക് ആ പാർട്ടി കേന്ദ്രീകരിക്കുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തിപൂജ അതിൻ്റെ ഫോം മറ്റു പല തരത്തിലൊക്കെ ആയിരിക്കാം. ഏതാണ്ട് സമാനമായ സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ലേ? ഇത്തരം ആരോപണങ്ങൾ അത് എം.ടി. നടത്തുന്നതാകട്ടെ, എം മുകുന്ദൻ നടത്തുന്നതാണ് എങ്കിൽ പോലും അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ പറഞ്ഞൊഴിയാൻ സാധിക്കുമോ ശ്രീ സുവർണ പ്രസാദ്? അല്ല, അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് എം.ടി. പറഞ്ഞത്. മറ്റേ എം.ടി. പറഞ്ഞത് മോദിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, മറ്റേ EMS-നെ മാതൃകയാക്കുന്ന ആൾക്കാരല്ലല്ലോ ബി.ജെ.പി നേതാക്കന്മാർ. EMS-നെ ഞങ്ങൾ മാതൃകയാക്കാറില്ല. എം.ടി. പറഞ്ഞത് EMS-നെ മാതൃകയാക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ പറ്റി, അല്ലെങ്കിൽ വിപ്ലവ പാർട്ടികളെ പറ്റി ഇത്തരത്തിലുള്ള ഒരു വിശേഷണവും ബി.ജെ.പിക്കില്ല, അല്ലെങ്കിൽ ബി.ജെ.പി നേതാക്കന്മാർക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു തലത്തിൽ പിന്നെ ബി.ജെ.പിയെ പറ്റി പറയല്ലാതെ വേറൊരു മാർഗം ഇവർക്കില്ല. ഇപ്പൊ എം.ടി. ഇങ്ങനെ പറഞ്ഞു, എം.ടിക്കെതിരെ ഇവർക്ക് പരസ്യമായി പറയാൻ പറ്റില്ല. കാരണം എം.ടിക്കെതിരെ ഇവർ പരസ്യമായി പറഞ്ഞാൽ അതിന്റെ തിരിച്ചടി എത്രത്തോളം വ്യാപ്തമുള്ളതായിരിക്കും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ പരസ്യമായിട്ട് എം.ടിയെ എതിർക്കുന്നില്ല. പക്ഷേ ഇവരുടെ സൈബർ ഇടങ്ങളിൽ എല്ലാം എം.ടിയെ എതിർക്കുകയാണ്. എം.ടി. എന്താ പറയാ, സവർണ ഫാസിസ്റ്റ് ആണെന്നൊക്കെയാണ് ഇവരെ പല സൈബർ സഹാക്കളും പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ സാധാരണ ഉണ്ടാകുന്നത് പോലുള്ള ഒരു കടന്നലാക്രമണമൊന്നും ഇല്ല കേട്ടോ. എന്തായാലും കടന്നലാക്രമണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് AKG സെന്ററിൽ നിന്നാണ് കടന്നലാക്രമണം ഉണ്ടാകുന്നത്. AKG സെന്ററിൽ നിന്നും അത്തരത്തിലുള്ള ഒരു കടന്നലാക്രമണം എം.ടിക്കെതിരെ നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എം.ടി. പറഞ്ഞത് ഒരു പൊതുവികാരമാണ്. എം.ടി. പറഞ്ഞത് കേരളത്തിന്റെ പൊതുവികാരമാണ്. ഇത് എം.ടി. മാത്രമല്ല, ഇന്ന് എം മുകുന്ദൻ പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് കഴിഞ്ഞ മാസം നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിരിക്കുന്നു. കേരളത്തിൽ ഇരു മുന്നണികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അത് എല്ലാ കാര്യത്തിനും ഒരു വ്യത്യാസവും ഇല്ലാതായിരിക്കുന്നു എന്ന് കഴിഞ്ഞ മാസം എം മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് എം.ടി. പറയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് എം മുകുന്ദൻ വീണ്ടും പറയുന്നത്. അതായത് ഇരു മുന്നണികളുമല്ലാത്ത ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിലെ എഴുത്തുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിലെ എഴുത്തുകാർ അത് മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. ആ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ബി.ജെ.പി. ആണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, ബി.ജെ.പി. ആണോ എന്നൊക്കെ അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആ പൊതുവികാരം ഉൾക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പുതിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ സുവർണ പ്രസാദ്? അങ്ങനെയെങ്കിൽ എം.ടിയെ പോലെ അല്ലെങ്കിൽ കേരളത്തിലെ സാഹിത്യകാരന്മാർക്കൊക്കെ അത് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റക്കുറവൊക്കെ ഉണ്ടാകുമോ? നമുക്ക് ചേരുന്നത് ഈ രാഷ്ട്രീയമാണ് എന്ന് പറയാൻ മടി കാണിക്കുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഇവരൊക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എഴുത്തുകാരാണ് ഇവരൊക്കെ. ഇവര് ഈ ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ, ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ ഇരട്ടത്താപ്പ്. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, മന്ത്രിമാര് പറയാം ദൈവത്തിന്റെ വരദാനമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി സെക്രട്ടറി പറയാ മുഖ്യമന്ത്രി സൂര്യനാണ്, കരിഞ്ഞ ഇടങ്ങിപ്പോകും. ഇവരെ ഈ കൊട്ടാരം വിദൂഷകന്മാർ പറയാണ് മുഖ്യമന്ത്രി കഴുകനാണ്, മുഖ്യമന്ത്രി ഫീനിക്സ് പക്ഷിയാണ്, മുഖ്യമന്ത്രി ആനയാണ്, ചേനയാണെന്നൊക്കെ. അത്തരത്തിലുണ്ടാവുമ്പോൾ ഇവരുടെ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടുത്തെ കോൺഗ്രസിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും ഇടതുപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇവർ ഇന്ത്യ സഖ്യത്തെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മുടെ സാഹിത്യകാരന്മാർ ഇന്ന് പറയുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഭരണകർത്താക്കളെയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. അങ്ങനെ ഭരണകർത്താക്കളെ വിമർശിക്കുമ്പോൾ അതിൽ കോൺഗ്രസിനെ കുറിച്ചൊരു വിമർശനം എന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുമോ? കാരണം കേരളത്തിന്റെ ഭരണകർത്താക്കളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ കോൺഗ്രസിന് ഇടമില്ല.
കേന്ദ്രത്തിലാണ് എങ്കിലും ഇടമില്ല. അപ്പോൾ ഭരണകർത്താക്കളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണാധികാരികൾ എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ അദ്ദേഹം ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പഴയ എഴുത്തിലെ വരികൾ ഓർമ്മിപ്പിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം അലർട്ട് ചെയ്യുന്നു. അദ്ദേഹം കിരീടം വെച്ചവരാണ് ചുറ്റുമുള്ളവർ എന്നത് ആ കിരീടത്തെക്കുറിച്ച് പറയുന്നു. അധികാരത്തിന്റെ രുചി അറിഞ്ഞവരാണ് എന്ന് പറയുന്നു. അതൊക്കെ സ്വാഭാവികമായും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന അതിൽ കേന്ദ്രമാകട്ടെ കേരളമാകട്ടെ ആ സൂചനയല്ലേ മുകുന്ദൻ നൽകുന്നത്? അല്ലെ, എം മുകുന്ദൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എം മുകുന്ദൻ ഒരു മാസം മുന്നേ കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന ഒരു പരിപാടിയിൽ കൃത്യമായി പറഞ്ഞു, ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ ഒരു വേർതിരിവും ഇല്ലാതായിരിക്കുന്നു കേരളത്തിൽ. കാരണം ഇത് രണ്ടും ഒരേപോലത്തെ ശക്തിയായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ നിന്നാണ്. UDF വലതുപക്ഷം എന്നല്ല, അതൊരു അദ്ദേഹം ഉദ്ദേശിച്ച ആശയധാരയാണ്. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഇടതുപക്ഷവുമായി ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റുകൾ ഇടതല്ല, ലെഫ്റ്റ് അല്ല, പ്രോ ലെഫ്റ്റ് അല്ല, അവർ മിഡിൽ ലെഫ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അവിടെ റൈറ്റ് വിങ്ങിലേക്ക് അവർ മൂവ് ഓൺ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് അങ്ങേക്ക് മനസ്സിലാവാതെ കുഴപ്പമില്ല. അല്ല, അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ആശയധാരയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടി